നമസ്തേ കൂട്ടുകാരെ, മുമ്പത്തെ വീഡിയോ പറഞ്ഞതുപോലെ ഇന്ന് ചെറിയൊരു പച്ചക്കറിത്തോട്ടം നിർമ്മിക്കലിൻ്റെ ഭാഗമായി കുറച്ച് വിത്തുകൾ നടുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത്. വള്ളിപ്പയർ, പടവലം, പാവൽ, വെണ്ട, ഈ 4 കൂട്ടം വിത്തുകൾ 25 രൂപയ്ക്ക് ഞാൻ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് വാങ്ങിയത് കുറച്ച് നാളായി. ആ ടൈമിലൊക്കെ നല്ല മഴയായതുകൊണ്ടും മഴ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ വിത്തുകളൊന്നും നല്ലപോലെ മുളച്ചും വളർന്നും കിട്ടില്ലാത്തത് കൊണ്ടും ഇപ്പം ഞാൻ നടുന്നത് അവരുടെ നിർദ്ദേശപ്രകാരം തലേ ദിവസം കഞ്ഞിവെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ച് അതിന് ശേഷമാണ് ഞാനിപ്പം നടുന്നത് തന്നെ. അടിതെറ്റിയാൽ ആനയും വീഴും, ചൂടകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ന് പറയും പോലെ പലതവണ അടിതെറ്റി വീണവളാണ് ഞാൻ. ഒരുപാട് തവണ പച്ചക്കറി തോട്ടം നിർമ്മിക്കാൻ വേണ്ടി പലപ്പോഴായിട്ട് വിത്തുകൾ പാകിയും മുളപ്പിച്ചും നട്ടും വെള്ളമൊഴിച്ചും വളം കൊടുത്തും മുന്നോട്ട് വന്നിട്ടും അവസാനം 1 or 2 പയർ വിത്തുകളോ വെണ്ടയ്ക്കയും വഴുതനങ്ങയും മാത്രമേ എനിക്കതിൽ നിന്ന് ലഭിച്ചുള്ളൂ. കാരണം പിന്നീട് എനിക്ക് പുഴുക്കളൊന്നും തന്നിട്ടില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ബറ്റാലിയൻ പുഴുക്കളാണ് വന്ന് എൻ്റെ ഈ തോട്ടത്തിനെ ആക്രമിക്കുന്നത്. രാവിലെ ഞാൻ വന്ന് നോക്കുമ്പോൾ നല്ല വൃത്തിയായി നുവർന്ന് തിളങ്ങിയിരുന്ന ഇലകളൊക്കെ ചുരുണ്ട് അവരുടെ കൂടകളായി മാറുകയും പലതും തിന്ന് നശിപ്പിക്കുന്നതും കാഴ്ചകളാണ് കാണേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോഴും സ്മാരകം പോലെ എനിക്ക് 2-3 ചീരത്തൈകൾ അങ്ങനെ നിൽപ്പുണ്ട്. തണ്ടുകൾ മാത്രമേ ഉള്ളൂ. എല്ലാം ഈ പുഴുക്കൾ എന്താ പറയുക, അവരവരുടെ ഭക്ഷണമാക്കി മാറ്റിയിട്ടുണ്ട്. എവിടെ നിന്നാണോ ഇതൊക്കെ വരുന്നത് എനിക്കൊരെത്തും പിഴുത്തവുമില്ല. പിന്നെ ഉള്ളൂരിൻ്റെ കവിതയിൽ പറയുന്നത് പരിശ്രമിച്ചിടുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം എന്ന് പറയുന്നത് പോലെ ഞാൻ വീണ്ടും പരിശ്രമിക്കുകയാണ്. ഞാനും ഈ പുഴുക്കളുമായിട്ടുള്ള യുദ്ധം എന്ന് തീരും? എപ്പോഴും അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ് കേട്ടോ. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം എന്ന് തീരുമെന്ന് ചോദിക്കും പോലെ ഞാനും ഈ പുഴുക്കളും തമ്മിലുള്ള യുദ്ധം അതെന്ന് തീരും? ഈ നമ്മളുടെ ഈ സീരിയലുകളിലൊക്കെ ഉണ്ടാവില്ലേ, ശാന്തയും സോമനും തമ്മിൽ കണ്ടുമുട്ടുമോ എന്ന് ചോദിക്കും പോലെയാണ് ഞാനും പുഴുക്കളും തമ്മിലുള്ള യുദ്ധം. തീരാൻ ഒരു വഴിയില്ലെന്നേ. ചുറ്റുവട്ടമൊക്കെ തേക്കൊക്കെ ഉള്ളിടത്തോളം കാലം ഇതുങ്ങളുടെയൊക്കെ ശല്യം ഒരിക്കലും തീരില്ല. പിന്നെ പ്രതിവിധി, അതാണ് ഇനി ഞാൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നടീലുമായി മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള ഓരോ ചുവടുകൾക്കും കരുത്തേകുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ച് ഞാൻ അടുത്ത വീഡിയോയുമായി പിന്നീട് കാണാം.